മക്കളെ, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫ്രിക്ഷന്റെ പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. കാൽക്കുലേറ്റ് ദി മാക്സിമം ആക്സിലറേഷൻ ഓഫ് എ മൂവിംഗ് കാർ സോ ദാറ്റ് എ ബോഡി ലൈങ് ഓൺ ദി ഫ്ലോർ ഓഫ് ദി കാർ റിമെയിൻസ് സ്റ്റേഷനറി. ദി കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ബോഡി ആൻഡ് ദി ഫ്ലോർ ഈസ് 0.15 ആൻഡ് ജിന്റെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷൻസ് നോക്ക്, 150, 1.5, 50, 1.2 ഇങ്ങനെയൊക്കെയാണുള്ളത്. നോക്കാം. ഇവിടെ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, കാറിന്റെ ഫ്ലോറിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഒരു ബോഡി ഉണ്ട് കാറിന്റെ ഫ്ലോറിൽ. ഇവിടെ ഫ്രിക്ഷന്റെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.15 ആണ്. ഈ ബ്ലോക്കിനെ കാറിന്റെ കൂടെ കൊണ്ടുപോകുന്ന ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും ആ ബ്ലോക്കിന് മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്കിന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രിക്ഷൻ ആയിരിക്കും. നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എം എക്ക് ഈക്വൽ ആയിരിക്കുമല്ലോ. ഫ്രിക്ഷന്റെ വാല്യൂ മാക്സിമം വാല്യൂ നോക്കുമ്പോൾ ഫ്രിക്ഷന്റെ വാല്യൂ എന്താ എഴുതുക? മ്യൂ ഇൻറ്റു എൻ. ബ്ലോക്കിന്റെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചാൽ അതിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കൂലേ ഒരു ബ്ലോക്ക് കൊണ്ടുവച്ചാൽ. അപ്പൊ എം കട്ടായി പോകും. അപ്പൊ ആക്സലറേഷന്റെ മാക്സിമം വാല്യൂ മ്യൂ ഈക്വൽ ടു 0.15 ഇൻറ്റു ജിന്റെ വാല്യൂ 10. അപ്പൊ ആൻസർ എത്ര വരും? 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ ആൻസർ.